ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളും കൂടാതെ തന്നെ മറ്റ് ISL ക്ലബ്ബുകളുടെ അപ്ഡേഷനുകളുമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ഏതായാലും കഴിഞ്ഞു പോയ കലിംഗ സൂപ്പർ കപ്പിലെ ടീമിന്റെ നിരാശാജനകമായ പ്രകടനം ഒരു കാരണവശാലും ISLലെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അത് ബാധിക്കില്ല എന്ന് ഇവാൻ ആശാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC നേരിട്ട 2 തോൽവികൾ ഒരു തരത്തിലും തന്നെ ടീമിനെ ISLൽ ആശങ്കപ്പെടുത്തില്ല എന്നും ആശാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനമാണ് ഈ ഒരു സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് FC നടത്തിയിട്ടുള്ളത്. 12 മത്സരങ്ങളിൽ നിന്നും 8 വിജയം ഇതിനോടകം തന്നെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സീസണിന്റെ ആദ്യപാദ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കലിംഗ സൂപ്പർ കപ്പിൽ വലിയ പ്രതീക്ഷകൾ ആരാധകർക്ക് ഉണ്ടായിരുന്നു. സൂപ്പർ കപ്പിൽ മത്സരിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ബ്ലാസ്റ്റേഴ്സിന് ഇതിനോടകം തന്നെ വളരെ പ്രധാനപ്പെട്ട കളിക്കാരെ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ പരുക്കുകളാണ് ടീമിനെ സാരമായി ബാധിച്ചതെന്നും ഇവാൻ ആശാൻ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കൂടാതെ അഡ്രിയാൻ ലൂണ, ജിക്സൺ സിംഗ്, വിപിൻ മോഹനൻ എന്നിവർക്ക് സൂപ്പർ കപ്പിന് മുൻപേ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് ഐമനും കോമി പെപ്രക്കും പരിക്ക് മൂലം സൂപ്പർ കപ്പിലെ 2 മത്സരങ്ങളും നഷ്ടമായിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഈ ഒരു 10ാം സീസണിലെ ഏറ്റവും വലിയ എതിരാളി പരിക്ക് തന്നെയാണ്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് കലിംഗ സൂപ്പർ കപ്പിന് ശേഷം ആരാധകരോട് പറഞ്ഞത് എന്താണ് എന്ന് നോക്കാം. ആശാന്റെ വാക്കുകൾ ഇപ്രകാരം: ആരാധകരുടെ വിഷമവും നിരാശയും എനിക്ക് മനസ്സിലാകും. പ്രതീക്ഷകൾ അസ്ഥാനത്താകുമ്പോൾ അവർ നിരാശരാകും. സൂപ്പർ കപ്പിൽ ഞങ്ങൾക്ക് ഒന്നും പറ്റിയില്ല. ചില പ്രധാന കളിക്കാരുടെ സേവനം ഞങ്ങൾക്ക് ഇതിനോടകം തന്നെ നഷ്ടമായതിനാൽ ശേഷിക്കുന്ന കളിക്കാർക്കും പരിക്കേറ്റാൽ ടീം കൂടുതൽ ബുദ്ധിമുട്ടുമെന്ന് ഭയന്നാണ് ഞങ്ങൾ സൂപ്പർ കപ്പിൽ പങ്കെടുത്തത്. സൂപ്പർ കപ്പിലേക്ക് ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ആകെ ഉള്ള ഒരു ലക്ഷ്യം എന്നത് 3 ഗ്രൂപ്പ് മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ISLന് തയ്യാറെടുക്കാൻ കൊച്ചിയിലേക്ക് മടങ്ങുക എന്നത് മാത്രമായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ആശാൻ മത്സരത്തിന് ശേഷം ആരാധകരോട് പറഞ്ഞിട്ടുള്ളത്. ഈ ആശാന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സൂപ്പർ കപ്പിനെ അവർ അത്രമേൽ വലിയ പ്രാധാന്യമൊന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം അത്രമേൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ചില താരങ്ങൾക്ക് കൂടി പരിക്കേറ്റാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ഒരു പരിക്കാണെങ്കിൽ ISLലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആശാനും പിള്ളാരും സൂപ്പർ കപ്പിനെ വലിയ പ്രാധാന്യം നൽകാതിരുന്നത്. അടുത്തൊരു വാർത്ത എന്നത് ബംഗളൂരു FCയെ സംബന്ധിച്ചുള്ളതാണ്. നിലവിൽ ISLലെ ഒരു വമ്പൻ ക്ലബായ ബംഗളൂരു FCയെ ഒരുപാട് പേർ ഇപ്പോൾ പുച്ഛിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം എന്നത് ഈ ഒരു 10ാം സീസണിൽ ബംഗളൂരു FCക്ക് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പുച്ഛിക്കുന്നതും. പക്ഷേ ഒന്നോർക്കുക, ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നാണ് ബംഗളൂരു FC. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ISLനെ തന്നെ വിറപ്പിച്ച ബംഗളൂരു FC ഇപ്പോൾ ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ വമ്പൻ സൈനിങ്ങുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ ബംഗളൂരു FC ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു വിവരം ഒഫീഷ്യലായിക്കൊണ്ട് ബാംഗ്ലൂരു തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഒലിവർ ഡ്രോസ്റ്റി എന്ന് പേരുള്ള ഒരു സൂപ്പർ താരത്തിന്റെ സൈനിങ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗളൂരു FC പൂർത്തിയാക്കിയിട്ടുള്ളത്. വെറും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരത്തിന് മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ കെൽപ്പുണ്ട്. കൂടാതെ ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയി കണക്കാക്കിയിട്ടുള്ളത് 2.2 കോടിയോളം രൂപയാണ്. ഏതായാലും ഇത്രയും വലിയൊരു തുകയുടെ പ്രകടനം താരത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.